ഒരു ഓഫ് ഡേ എങ്ങനെയൊക്കെയാണ് തള്ളി നീക്കുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അത് രാവിലെ എഴുന്നേറ്റ് നല്ല കുട്ടിയായിട്ട് ഫേസിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചിന്താവിഷ്ടയായി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ബുദ്ധിയിൽ ഒരു തോന്നൽ തോന്നിയത് കുറച്ച് പുട്ടുമ്പഴവും ഉണ്ടാക്കിയേക്കാന്ന്. വിശപ്പിനേക്കാൾ വേറെ വലിയ വികാരമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ അപ്പോൾ തന്നെ ഉണ്ടാക്കി ഒരു പുട്ടുമ്പഴവും ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഭംഗി ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം വയറ് നിറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ഓർത്ത് കുറച്ച് പണിയെടുക്കാന്ന്. അങ്ങനെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ടു. ഉച്ചയ്ക്ക് എന്ത് കഴിക്കണമെന്ന് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ മാടി വിളിക്കുന്നു. അപ്പോൾ തന്നെ ചിക്കനെ അരച്ചു വരട്ടി ചട്ടിയിലാക്കി. അപ്പോഴാണ് ആർക്കും വേണ്ടാതെ കപ്പലണ്ടി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ഓർത്തു കപ്പലണ്ടിനെ കുറിച്ച് സ്നേഹിക്കാന്ന്. അങ്ങനെ കപ്പലണ്ടി കഴിച്ചു. ഉച്ചയ്ക്ക് ചിക്കൻ കറി മാത്രം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് ചോറും കൂടി കഴിക്കാൻ. അങ്ങനെ ചോറൊക്കെ വൃത്തിയാക്കിയപ്പോഴാണ് അവിടെ കുറച്ച് ബീൻസും ക്യാരറ്റൊക്കെ വെറുതെ ഇരിക്കുന്നത് കണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഇന്നൊരു ഫ്രൈഡ് റൈസ് ആക്കാം. അങ്ങനെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വട്ടത്തിലും ത്രികോണത്തിലൊക്കെ മുറിച്ചു വെച്ചു. അതിന് ഈ ചട്ടിയിലാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അരികൾ തമ്മിൽ സ്നേഹിക്കണ്ട എന്ന് ഓർത്ത് ഞാൻ ഓർത്ത് വെവ്വേറെ കിടക്കട്ടെന്ന്. അങ്ങനെ ഞാൻ എല്ലാത്തിനെയും വെവ്വേറെയാക്കി വീണ്ടും കുറെ പാത്രങ്ങളും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. വൃത്തിയാക്കി എന്റെ ദേഹം മുഴുവൻ വൃത്തികേടായെന്ന് ചിന്തിച്ചു ഞാൻ കുളിയും കൂടി പാസ്സാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ പാസ്സാക്കി ഞാൻ ഫ്രൈഡ് റൈസ് ആസ്വദിച്ചു കഴിച്ചു. അപ്പം ഇത്രയും